ലീഗൽ വേൾഡിലേക്ക് സ്വാഗതം. എന്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് ലോ സബ്ജക്ട്സിന്റെ ലെക്ചറിംഗ് ആയിരിക്കും. എന്റെ ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത് വരുന്ന ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്തിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേർന്നതായിരിക്കും. ഇന്ന് നമ്മൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ലോയെ കുറിച്ച് നോക്കാം. നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, പണ്ട് കാലത്ത് ഇന്റർനാഷണൽ ലോ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് സ്റ്റേറ്റ്സിന്റെ കാര്യത്തിലാണ്. സ്റ്റേറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇന്റർനാഷണൽ ലോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ മോഡേൺ ഇന്റർനാഷണൽ ലോ കൺഫേഴ്സ് സർട്ടൻ റൈറ്റ്സ് ടു ഇൻഡിവിജ്വൽസ് ഓൾസോ. ഇപ്പോഴത്തെ മോഡേൺ ഇന്റർനാഷണൽ ലോ കുറച്ച് റൈറ്റ്സ് ഇൻഡിവിജ്വൽസിന് കൺഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പർട്ടിക്കുലർ റൈറ്റ്സിൽ നിന്നും കുറച്ച് റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ആ റൈറ്റ്സിന്റെ ഒരു ഭാഗമാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ഒരു ഫണ്ടമെന്റൽ ആസ് വെൽ ആസ് ഇൻഏലിയനബിൾ റൈറ്റ്സ് ഓഫ് ആൻ ഹ്യൂമൻ ബീങ് ആണ്. ഒരു മനുഷ്യന്റെ ലൈഫില് ഇപ്പൊ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു സമയത്ത് മനുഷ്യന് കിട്ടേണ്ട ഒരു ഫണ്ടമെന്റൽ ആസ് വെൽ ആസ് ഇൻഏലിയനബിൾ റൈറ്റ്. ഇൻഏലിയനബിൾ റൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന്റെ കൂടെ തന്നെ ഉള്ള, ഏലിനേറ്റ് ചെയ്ത് പോവാത്ത, അതായത് എപ്പോഴും മനുഷ്യന്റെ കൂടെ തന്നെ ഉള്ള കുറച്ച് റൈറ്റ്സ്, അതാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് കടക്കാം. ആദ്യമേ ഇൻട്രൊഡക്ഷൻ. ഏർലി പീരീഡ് ഇന്റർനാഷണൽ ലോ വാസ് കൺസേൺഡ് വിത്ത് ഓൺലി സ്റ്റേറ്റ്സ് എന്നായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവരുടെ ആ സ്റ്റേറ്റ്സിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്റർനാഷണൽ ലോ മെയിൻലി കൺസേൺ ചെയ്ത് വെച്ചിരുന്നത്. But in this modern international law also confers certain rights to the individuals also. കുറച്ച് റൈറ്റ്സ് ഇൻഡിവിജ്വൽസിന് കൺഫർ ചെയ്ത് ഇന്റർനാഷണൽ ലോ കൊടുക്കുന്നുണ്ട്. ആ പെർട്ടിക്കുലർ റൈറ്റ്സിനകത്ത് കൺഫർ ചെയ്ത് കൊടുക്കുന്ന പെർട്ടിക്കുലർ റൈറ്റ്സിനകത്ത് ഉള്ള ഒരു സെറ്റ് ഓഫ് റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ റൈറ്റ്സ് ആർ വൺ ഓഫ് ദ റൈറ്റ്സ് കൺഫേർഡ് ബൈ ഇന്റർനാഷണൽ ലോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കുഞ്ഞു ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് നോക്കാം കേട്ടോ. Human rights refers to fundamental and inalienable rights which are essential for the life as human. Human എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന കുറച്ച് എസെൻഷ്യൽ ഫണ്ടമെന്റൽ ആൻഡ് ഇൻഏലിയനബിൾ റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇൻഏലിയനബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത്. ഇൻഏലിയനബിൾ റൈറ്റ്സ് മീൻസ് നമ്മുടെ കൂടെ എപ്പോഴുള്ളത്, നമ്മുടെ കയ്യിൽ നിന്ന് പോവാത്ത, നമ്മുടെ കയ്യിൽ എപ്പോഴുള്ള സർട്ടൻ റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. So the human rights are those rights which are essential for the maintenance of human dignity also. Human dignity maintain ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് റൈറ്റ്സ്, അതും കൂടിയാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഇനി ഹ്യൂമൻ റൈറ്റ്സിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോക്കാം. സോ ഹ്യൂമൻ റൈറ്റ്സ് മെയിൻലി ഇൻക്ലൂഡ്സ് birth rights as well as inherent rights irrespective of caste, creed, gender, sex, nationality. ഇപ്പോ ബർത്ത് റൈറ്റ്സും ഇൻഹറന്റ് റൈറ്റ്സും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സിനകത്ത്. അത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, സെക്സ്, നാഷണാലിറ്റി. ഏത് നാഷണാലിറ്റി ആവട്ടെ, ഇനി ഫീമെയിലോ മെയിലോ ആയിക്കോട്ടെ, കാസ്റ്റിന്റെ കാര്യത്തിലോ ക്രീഡോ ജെൻഡറോ അതിനൊന്നും നോക്കില്ല, ഈക്വൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഒരു ആർട്ടിക്കിൾ 2 ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ 1789 പ്രൊക്ലെയിം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി അടുത്ത് വായിക്കുന്നത്. The end of all political association is the conservation of natural and indivisible rights of human. ഈ എല്ലാ പൊളിറ്റിക്കൽ അസോസിയേഷന്റെയും ഒരു അവസാനം നമ്മൾ എന്താണ് മെയിൻലി അവിടെ ഉദ്ദേശിക്കുന്നത്? കൺസർവേഷൻ ഓഫ് സർട്ടൻ നാച്ചുറൽ ആൻഡ് ഇൻഡിവിസിബിൾ റൈറ്റ്സ് ഓഫ് മാൻ. മാനിന് വേണ്ടിയിട്ടുള്ള സർട്ടൻ നാച്ചുറലും അതേപോലെ തന്നെ ഇൻഡിവിസിബിളുമായിട്ടുള്ള എപ്പോഴും ഹ്യൂമൻസിന്റെ കയ്യിലുള്ള അവർക്ക് ഉപകാരപ്പെടുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് റൈറ്റ്സ്, അതാണ് എല്ലാ പൊളിറ്റിക്കൽ അസോസിയേഷന്റെയും ഒരു മെയിൻലി ആയിട്ടുള്ള ഉദ്ദേശം, മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് ആർട്ടിക്കിൾ 2 ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ 1789 പ്രൊക്ലൈം ചെയ്തിരിക്കുന്നത്. പോവാം. ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ കോൺസെപ്റ്റ് ഉദിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിൻലി പറയുന്നത്. The armies of Cyrus the Great, the first king of ancient Persia,
ഈ ഏൻഷ്യന്റ് പേർഷ്യയിലെ ഫസ്റ്റ് കിങ് ആയിട്ടുള്ള സൈറസ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന രാജാവ് 539 BC-യില് ബേബിലോൺ എന്ന് പറയുന്ന ഒരു സിറ്റി കോൺകർ ഉണ്ടായി. ബേബിലോൺ എന്ന് പറയുന്ന പർട്ടിക്കുലർ സിറ്റി കോൺകർ ചെയ്യുണ്ടായി. കോൺകർ ചെയ്തതിനു ശേഷം അദ്ദേഹം അടുത്ത ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല് അവിടുത്തെ സ്ലേവ്സിനെയൊക്കെ അയാൾ ഫ്രീ ആക്കി വിട്ടു. എന്നിട്ട് അദ്ദേഹം അവിടെ ഡിക്ലെയർ ചെയ്തു, ഓൾ പീപ്പിൾ ഹാവ് റൈറ്റ് ടു ചൂസ് ദെയർ ഓൺ റിലീജിയൻ ആൻഡ് എസ്റ്റാബ്ലിഷ് റേഷ്യൽ ഈക്വാലിറ്റി. റേഷ്യൽ ഈക്വാലിറ്റി അതേപോലെ തന്നെ ഈ റേഷ്യൽ ഈക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതേപോലെ തന്നെ അവരവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ഒരു റിലീജിയൻ ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സും എല്ലാ ആൾക്കാർക്കും ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തു. ഈ പർട്ടിക്കുലർ ഡിക്ലറേഷൻ ആണ് ശരിക്കും പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ചാർട്ടർ ആയിട്ട് നിന്നിരുന്നത്. ഈ പർട്ടിക്കുലർ ഡിക്രീസ് അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്ന ഈ പർട്ടിക്കുലർ ഡിക്രീസ് ഒക്കെ ഒരു ബാഗ്ഡ് ക്ലേ സിലിണ്ടറിൽ അക്കാഡിയൻ ലാംഗ്വേജ്, പണ്ടത്തുള്ള ഏൻഷ്യൻ ലാംഗ്വേജ് ആണ്, അക്കാഡിയൻ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പർട്ടിക്കുലർ സിലിണ്ടറിന് പറയുന്ന പേരാണ് സൈറസ് സിലിണ്ടർ. ഈ സൈറസ് സിലിണ്ടർ ആണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഫസ്റ്റ് ചാർട്ടർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ ആ ഒരു ചാർട്ടർ യുണൈറ്റഡ് നേഷന്റെ 6 ഒഫീഷ്യൽ ലാംഗ്വേജസിലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ആദ്യത്തെ 4 ആർട്ടിക്കിൾസുമായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട്. ഇതെല്ലാം നല്ല സാമ്യമുള്ളതാണ്. ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലെ ഫസ്റ്റ് 4 ആർട്ടിക്കിൾസിന് പാരലൽ ആണ്. റൈറ്റ്സിന്റെ സ്പ്രെഡ് എങ്ങനെയാണോ നോക്കാം, എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് സ്പ്രെഡ് ആയത് എന്നുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് പെട്ടെന്ന് ഗ്രീസിലും റോമിലൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ കോൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ ലോ അതാണ് പെട്ടെന്ന് ഒബ്സർവേഷനിൽ ഓരോരുത്തരുടെ വരികയും അതിന്റെ കാര്യം എന്ന് പറയുന്നത് പീപ്പിൾ ടെൻഡഡ് ടു ഫോളോ സർട്ടൺ അൺറിട്ടൺ ലോസ് ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ ലൈഫ്. അൺറിട്ടൺ ആയിട്ടുള്ള സർട്ടൺ ലോസ് അവരുടെ ലൈഫിൽ പാലിക്കാനായിട്ട് പീപ്പിൾ തുടങ്ങി. അപ്പോഴാണ് ദ കോൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ ലോ എന്ന് പറയുന്ന സംഭവത്തിൽ എടുക്കുന്നത്. ഇനി അടുത്തത് ഹ്യൂമൻ റൈറ്റ്സിന്റെ ആ ഒരു ഡോക്യുമെന്റ്സിലേക്ക് എത്തിച്ചേർന്ന് സർട്ടൻ പ്രീസിസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇത്രയും പറഞ്ഞിരിക്കുന്ന ഈ ഫോളോയിങ് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സിലൊക്കെ നിന്നാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ കാണുന്ന ഒരു സാധനമായിട്ട് വന്നിരിക്കുന്നത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മാഗ്ന കാർട്ട 1215, the Petition of Rights 1628, the US Constitution 1789, the French Declaration of the Rights of Man and the Citizen 1789, the US Bill of Rights 1791 എന്നിങ്ങനെ തുടങ്ങിയ ഫോളോയിങ് ഡോക്യുമെന്റ്സിൽ നിന്നാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന നമ്മുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഡോക്യുമെന്റ്സിലേക്കൊക്കെ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ ഒരുപാട് ഷോക്കിംഗ് ക്രൈംസ് ഒക്കെ കമ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോ ഒരുപാട് സപ്രഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സപ്രഷനിലേക്ക് വരികയും ആൾക്കാരുടെ ഫുൾ സംഭവമൊക്കെ പിടിച്ച് സപ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ സംഭവത്തിലാണ് പിന്നെ റിയലൈസ് ചെയ്യുന്നത് റൈറ്റ്സ് ഓഫ് പീപ്പിൾ ആണ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട. റൈറ്റ്സ് ഓഫ് പീപ്പിളിനെ റീഗെയിൻ ചെയ്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശം ഉണ്ടായത്. അങ്ങനെ ദ ചാർട്ടർ ഓഫ് UN contains certain provisions of the promotion and protection of human rights and fundamental freedoms. UN ചാർട്ടർ ചെയ്തപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള certain provisions, ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള certain ഫ്രീഡംസും കാര്യങ്ങളും ഒക്കെ UN ചാർട്ടർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ആർട്ടിക്കിൾ 1, 13(1)(b), 55, 56, 62 clause 2, 68 and 76 clause C of UN shows the desirability of the people of UN to promote and encourage respect for human rights and fundamental freedoms without distinction as to race, sex, language or religion. ഈ പറയുന്ന ആർട്ടിക്കിൾസിനകത്തുള്ള പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും ഫണ്ടമെന്റൽ ഫ്രീഡംസും ഹ്യൂമൻ പ്രൊമോഷനും അതിന്റെ എന്താ പറയാ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊവിഷൻസിനെ പ്രിസർവ് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെയാണ് ഈ UN പറഞ്ഞിരിക്കുന്നത്. ഈ ഫോളോയിങ് ആർട്ടിക്കിൾസ് അത് എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ ബാധകമാണ്, റെസ്പെക്റ്റീവ് ഓഫ് ദ റേസ്, സെക്സ്, ലാംഗ്വേജ് ഓർ റിലീജിയൻ. ഇത്രയാണ്. ഇനി അടുത്ത വീഡിയോയില് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് മെയിൻലി വരുന്നതായിരിക്കും. താങ്ക് യു.